പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങളും ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. പിതാവായ ദൈവമേ, ഇന്നേ ദിനം എല്ലാ സൃഷ്ടികളോടും ചേർന്ന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളോട് അവിടുന്ന് കാണിക്കുന്ന മഹാകരുണയെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് ചെവി ചായ്ച്ച് ഞങ്ങളെ കേൾക്കണമേ. മറ്റാരിലും രക്ഷ കണ്ടെത്താൻ കഴിയാതെ അങ്ങയിൽ മാത്രം ശരണം വെച്ച് ജീവിക്കുന്ന ഞങ്ങളുടെ നിലവിളികൾക്ക് അവിടുന്ന് ഉത്തരം നൽകണമേ. അവിടുത്തെ നിഗൂഢമായ പദ്ധതികൾ ആർക്കാണ് മനസ്സിലാക്കുവാൻ സാധിക്കുക? കർത്താവെ, ഞങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളും എല്ലാ മാനസിക സംഘർഷങ്ങളെയും അങ്ങയുടെ മുൻപിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, അവിടുന്ന് യഥാസമയം ഞങ്ങളുടെ ആവശ്യത്തിൽ ഇടപെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നേ ദിനം പലവിധ കാരണങ്ങളാൽ ആകുലരായി പലവിധ പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ഞങ്ങളെയും എല്ലാ വ്യക്തികളെയും അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. കടക്കെണിയിൽപ്പെട്ടവരെയും ജപ്തി ഭീഷണി നേരിടുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും മാറാരോഗങ്ങളാൽ ക്ലേശിക്കുന്നവരെയും പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ രക്ഷയ്ക്കായി വരേണമേ. അവിടുന്ന് മഹത്വത്തോടെ എല്ലാവരുടെയും ജീവിതങ്ങളെ ക്രമപ്പെടുത്തണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സായാന്തനത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന എല്ലാ വയോജനങ്ങളെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആഡംബരങ്ങളുടെ നടുവിൽ സ്വർണ്ണക്കൂട്ടിലടക്കപ്പെട്ട അവസ്ഥകളിൽ കഴിയുന്നവരെ പ്രത്യേകമായി ഓർക്കുന്നു. ഉള്ളു തുറന്ന് സംസാരിക്കുവാനോ സന്തോഷിക്കുവാനോ ആരോരും അരികിലില്ലാത്ത അവസ്ഥയിലായിരിക്കുന്ന എല്ലാവരെയും അമ്മയുടെ മാധ്യസ്ഥം വഴിയായി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് എല്ലാവരെയും കരുണയോടെ നോക്കണമേ. അവിടുത്തെ കാവൽ ദൂതന്മാരുടെ സംരക്ഷണം എപ്പോഴും എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും പരിശീലിപ്പിക്കണമേ. പരിശുദ്ധാമ്മേ, ഞങ്ങൾക്ക് വേണ്ടിയും എല്ലാ വയോജനങ്ങൾക്ക് വേണ്ടിയും ദൈവസന്നിധിയിൽ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾ ഓരോരുത്തരും അനുദിന ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും അമ്മയിൽ അചഞ്ചലമായി വിശ്വസിക്കുവാനും പ്രത്യാശിക്കുവാനും അമ്മയുടെ സ്നേഹവാത്സല്യത്തെ അനുഭവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ തകർച്ചകളിലും രോഗങ്ങളുടെ അവസ്ഥയിലും സാമ്പത്തിക പ്രതിസന്ധികളിലും ഞങ്ങളെ കൈവിടാതെ കൂടെ നടക്കുന്നതിനാൽ തകർന്നു പോകാതെ പിടിച്ചു നിൽക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. പരിശുദ്ധാമ്മേ, ജീവിത പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാതെ എല്ലാറ്റിനെയും ധീരമായി നേരിടുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളുടെ അഭയശിലയും രക്ഷാസങ്കേതവും ദൈവമായ കർത്താവ് മാത്രമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പ്രത്യാശയോടെ ഏറെ സ്നേഹത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ എല്ലാ ആകുലതകളെയും ഞങ്ങളിതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കുന്നു. നല്ല ദൈവമേ, കരുണയോടെ ഞങ്ങളെ നോക്കണമേ. ഈശോയെ, ഫലം തരാത്ത അത്തിവൃക്ഷം പോലെയാണ് ഞങ്ങളുടെ ജീവിതങ്ങൾ. എവിടെയെല്ലാം ഞങ്ങൾ അപമാനഭാരത്താൽ തല താഴ്ത്തി നിന്നു, എവിടെയെല്ലാം ഞങ്ങൾ പരാജയപ്പെട്ടു, അവിടെയെല്ലാം ഞങ്ങളെ അങ്ങ് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിനം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും ഓർക്കുന്നു. വിദേശ ജോലികൾക്കായും വിദേശ രാജ്യങ്ങളിൽ പഠനത്തിനായും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. സാങ്കേതികമായ കാരണങ്ങൾ മൂലം തടസ്സങ്ങൾ നേരിടുന്നവരെയും പ്രത്യേകമായി അനുഗ്രഹിക്കണമേ, ഏറ്റെടുക്കണമേ. പരിശുദ്ധ മാതാവേ, എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. വിദേശ രാജ്യങ്ങളിൽ താമസ സൗകര്യം തരപ്പെടാതെ
വിഷമിക്കുന്ന എല്ലാവരെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും ദൈവഹിതം തിരുമനസ് മാത്രം നിറവേറ്റുവാൻ മനസ്സാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് കരുണാപൂർവം ചെവിച്ചായിക്കണമേ. പരിശുദ്ധ മാതാവേ, ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള എല്ലാവർക്കു വേണ്ടിയും അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവായ ദൈവമേ, മരണത്തിന്റെ ആധിപത്യത്തെ തകർത്ത ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ സങ്കേതമായിരിക്കണമേ. ഞങ്ങൾ പ്രത്യാശയോടെ അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്കായി അവിടുന്ന് വേഗം വരേണമേ. അങ്ങയിലാണ് ശാശ്വതമായ സന്തോഷവും ആനന്ദത്തിന്റെ പൂർണ്ണതയും കുടികൊള്ളുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേക്കല്ലാതെ മറ്റാർക്കാണ് ഞങ്ങളെ പൂർണ്ണമായും അറിയാനാകുന്നത്? അങ്ങ് ഞങ്ങളെ സ്വന്തമായി സ്വീകരിക്കണമേ. അവിടുത്തെ അമൂല്യമായ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് പൂർണ്ണമായും അങ്ങയുടേതാക്കി അവിടുത്തെ പരിശുദ്ധ ഹൃദയത്തിന് അനുരൂപരാക്കി മാറ്റണമേ. കർത്താവെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരോരും ആശ്രയമില്ലാതെ പകച്ചു നിൽക്കുന്ന എല്ലാ ജീവിതങ്ങളെയും ഈ പ്രാർത്ഥനയോടൊപ്പം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ വേദനകളും ഉള്ളിലൊതുക്കി ഒന്ന് കരയാൻ പോലും കഴിയാതെ വിഷമിക്കുന്ന എല്ലാ മക്കളെയും ഓർക്കുന്നു. അധ്വാന ഭാരവും മാനസിക സംഘർഷങ്ങളും വല്ലാതെ തളർത്തുമ്പോൾ ആശ്വാസമായി സാന്ത്വനമായി പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളോടും എല്ലാ മക്കളോടും കൂടെയുണ്ടാകണമേ. കർത്താവായ ദൈവമേ, അവിടുത്തെ രക്ഷാകര പദ്ധതികളോട് പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട് ഞങ്ങളുടെ സഹനങ്ങളെ രക്ഷാകര സഹനങ്ങളാക്കി മാറ്റുവാൻ ഞങ്ങളിൽ കനിയണമേ. ലോകം മുഴുവനും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങളും ഭീകരവാദങ്ങളും ഉപേക്ഷിച്ച് ലോകം മുഴുവനും സമാധാനത്തിൻ്റെ സ്വർഗത്തിലേക്ക് നയിക്കുവാൻ എല്ലാ രാഷ്ട്രത്തലവന്മാരെയും അനുഗ്രഹിക്കണമേ. സമാധാനത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, ലോക സമാധാനത്തിനു വേണ്ടി അമ്മ ഈശോയോട് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ മാതാവേ, അമ്മ ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണെന്ന് ഞങ്ങൾക്കറിയാം. അമ്മയുടെ മാതൃസ്നേഹത്തിലും നിരാശരായവർക്ക് രോഗശാന്തിയും പ്രത്യാശയും നൽകുന്നതിലുള്ള ശക്തമായ സഹായത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ മാതാവേ, അവിടുന്ന് എല്ലാ കൃപകളുടെയും ഉറവിടമാണ്. നിരാശയുടെ ഭാരം ഹൃദയത്തിൽ ചുമക്കുന്ന ഞങ്ങളിൽ എല്ലാവരിലേക്കും അമ്മയുടെ കരുണാർദ്രമായ നോട്ടം ചായിക്കണമേ. അത് ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുകയും ഞങ്ങളുടെ വേദനയെ ശമിപ്പിക്കുകയും ഞങ്ങൾക്ക് ആശ്വാസവും സാന്ത്വനവും നൽകുകയും ചെയ്യട്ടെ. ആഴമായ ശാരീരികവും വൈകാരികവും ആത്മീയവുമായ വേദനയുടെ നിമിഷങ്ങൾ നേരിടുന്ന എല്ലാ ആളുകളെയും ഈ നിമിഷം ഞങ്ങൾ അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. അമ്മയുടെ പുത്രനായ യേശു എല്ലാ തലങ്ങളിലും സമ്പൂർണ്ണ രോഗശാന്തി നൽകിക്കൊണ്ട് ഞങ്ങളുടെ മേൽ തൻ്റെ രോഗശാന്തി കരങ്ങൾ നീട്ടുന്നതിന് ഞങ്ങൾ അമ്മയുടെ മാധ്യസ്ഥം അഭ്യർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ അമ്മേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞി, അവിടുന്ന് അനുകമ്പയും അസാധാരണ ശക്തി നിറഞ്ഞ അമ്മയാണ്. നിരാശജനകമായ ഓരോ ജീവിതത്തെയും അമ്മയുടെ ആർദ്രതയും സ്നേഹവും കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിശ്വാസവും പ്രതീക്ഷയും പുതുക്കുവാൻ ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും നിരാശയിൽ നിന്ന് വിടുവിക്കുകയും രോഗശാന്തിയുടെ പാത പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങനെ ഞങ്ങൾക്ക് ക്രിസ്തുവിലുള്ള ജീവിതത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുവാൻ ഇടയാകട്ടെ. ഓ പരിശുദ്ധ മാതാവേ, ശാരീരികവും മാനസികവും ആത്മീയവുമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന എല്ലാവരുടെയും മേൽ അമ്മയുടെ കരം നീട്ടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ശരീരത്തെ ശക്തിപ്പെടുത്തുകയും ഞങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ആരോഗ്യവും ചൈതന്യവും വീണ്ടെടുക്കുകയും സമൃദ്ധവും ഐശ്വര്യപൂർണമായും ജീവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിന്ന് ഉത്കണ്ഠ, വിഷാദം, നിരാശ തുടങ്ങിയ
വൈകാരിക ബുദ്ധിമുട്ടുകൾ എടുത്തു മാറ്റണമേ. അമ്മയുടെ സമാധാനവും ശാന്തതയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സന്തോഷവും പുതുക്കിയ പ്രതീക്ഷയും നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിത വെല്ലുവിളികളെ അതിജീവിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യം കണ്ടെത്തുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ക്രിസ്ത്യാനികളുടെ സഹായവും പ്രതീക്ഷയുമായ പരിശുദ്ധ മാതാവേ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ കലഹങ്ങൾ, ഏകാന്തത എന്നിവ മറികടക്കാൻ കഴിയാതെ മറ്റ് സാഹചര്യങ്ങളിൽ കുടുങ്ങിപ്പോയ എല്ലാവരെയും ഈ നിമിഷം സമർപ്പിക്കുന്നു. നിരാശജനകമായ സാഹചര്യങ്ങളിൽ അമ്മ സാന്ത്വനമായി കൂടെയുണ്ടാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണമേ. പ്രക്ഷുബ്ധതയുള്ളയിടത്ത് സമാധാനം കൊണ്ടുവരണമേ. അമ്മയുടെ ശക്തമായ സഹായത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓ പ്രിയ അമ്മേ, നിരാശരായ എല്ലാവരെയും അമ്മയുടെ സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും മേലങ്കിയാൽ സ്വാഗതം ചെയ്യണമേ. ദൈവഹിതത്തിൽ ആശ്രയിക്കുവാനും അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിൽ ആശ്വാസം കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ ഞങ്ങൾ തനിച്ചല്ല, അമ്മ ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ കഷ്ടതയുടെ കാലത്ത് എല്ലാ കൃപകളുടെയും ഉറവിടമായ പരിശുദ്ധ മാതാവേ, ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ഞങ്ങളെല്ലാവരെയും സ്നേഹത്തോടെയും ആർദ്രതയോടും കൂടി സ്വീകരിക്കുന്ന കരുണയുള്ള അമ്മയാണ് അവിടുന്ന്. അമ്മയുടെ സംരക്ഷണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മേലങ്കിയിൽ പൊതിഞ്ഞ നിരാശരായവരുടെ മേൽ അമ്മയുടെ കൈകൾ നീട്ടുവാൻ ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൻ്റെ എല്ലാ വേദനകളും കഷ്ടപ്പാടുകളും അറിയുന്ന പരിശുദ്ധ മാതാവേ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അങ്ങനെ അങ്ങേ പുത്രൻ വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് രോഗശാന്തിയും സമാധാനവും നൽകട്ടെ. നഷ്ടപ്പെട്ടവരും നിരാശ ജീവിതം അനുഭവിക്കുന്നവരുമായ എല്ലാവർക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ പാതകൾ പ്രകാശിപ്പിക്കുകയും ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ഞങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യണമേ. നിരാശയുടെ ഭാരം ഹൃദയത്തിൽ ചുമക്കുന്ന എല്ലാവരെയും ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. തകർന്ന ഹൃദയങ്ങളെ വിശ്വാസവും പ്രത്യാശയും കൊണ്ട് നിറയ്ക്കണമേ. കഷ്ടതയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ എല്ലാ വേദനകളും ഉത്കണ്ഠകളും അകറ്റുവാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. വെല്ലുവിളികളെ നേരിടുവാനുള്ള ധൈര്യവും പ്രയാസങ്ങളെ അതിജീവിക്കുവാനുള്ള ആത്മവിശ്വാസവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പ്രതീക്ഷകളെ പുതുക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉറപ്പു നിറയ്ക്കണമേ. ഞങ്ങൾ ഒരിക്കലും തനിച്ചല്ല എന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ. സ്നേഹനിധിയായ അമ്മേ, സംഘർഷങ്ങളും ഭിന്നതകളും നേരിടുന്ന എല്ലാ കുടുംബങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മ സ്നേഹത്തോടെ ആശ്ലേഷിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ഇതാ അകന്നിരിക്കുന്ന ഹൃദയങ്ങളെ ഒരുമിപ്പിക്കട്ടെ. അനുരഞ്ജനവും സമാധാനവും എല്ലാ മക്കളിലും നിറയ്ക്കണമേ. പ്രതിസന്ധിയിലുള്ള ദമ്പതികളെ സംരക്ഷിക്കണമേ. അവരുടെ സ്നേഹം ശക്തിപ്പെടുത്തുകയും അവരുടെ വീടുകളിൽ ഐക്യം പുനഃസ്ഥാപിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ സംരക്ഷകയും മധ്യസ്ഥയുമായ പരിശുദ്ധ മാതാവേ, അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിനോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ ശക്തമായ മധ്യസ്ഥത നിരാശരായ ഞങ്ങൾക്ക് ആശ്വാസവും പ്രത്യാശയും നൽകട്ടെ. എല്ലാവരെയും ആശ്വസിപ്പിച്ചും ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെ ഓർമ്മിപ്പിച്ചും അമ്മയുടെ മാതൃസാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പരിശുദ്ധ മറിയമേ, പ്രിയപ്പെട്ട അമ്മേ, അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ ഒരിക്കലും ഉത്തരം നൽകാതെ വിടരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പുത്രൻ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ഞങ്ങളുടെ അപേക്ഷകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യട്ടെ. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനും അമ്മയുടെ സാന്നിധ്യത്തിൽ ആശ്വാസവും സമാധാനവും കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഓ പരിശുദ്ധ മറിയമേ, അവിടുന്ന് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണെന്നറിഞ്ഞുകൊണ്ട് വിനയത്തോടും വിശ്വാസത്തോടും കൂടി
ഞങ്ങൾ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് രോഗശാന്തിയുടെയും പ്രത്യാശയുടെയും ആശ്വാസത്തിൻ്റെയും കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുകയും ഞങ്ങൾ പോകുന്നിടത്തെല്ലാം അമ്മയുടെ പ്രകാശവും സ്നേഹവും പരത്തുകയും ചെയ്യട്ടെ. ദൈവിക രക്ഷകന്റെ പരിശുദ്ധ മറിയമേ, നിരാശരായിരിക്കുന്നവരുടെ രോഗശാന്തിക്കായി അമ്മയുടെ സഹായം തേടി ഞങ്ങൾ തുടർന്നും ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉയർത്തുന്നു. അങ്ങേ പുത്രനായ യേശുവിൻ്റെ കൂടെയുള്ള മധ്യസ്ഥ അമ്മയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന സാധ്യമായ എല്ലാ കാരണങ്ങളും ഉത്കണ്ഠകളും ഞങ്ങൾ അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. പാപികളുടെ സങ്കേതവും ദുരിതമനുഭവിക്കുന്നവരുടെ ആശ്വാസവുമായ പരിശുദ്ധ മാതാവേ, ഈ ദുരിതകാലത്ത് ഞങ്ങളുടെ സഹായത്തിനെത്തുവാൻ ഞങ്ങൾ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു. എല്ലാ കൊടുങ്കാറ്റുകളും ശമിപ്പിക്കുവാനും അസ്വസ്ഥമായ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുവാനും അമ്മ അനുകമ്പയും കരുണയുമുള്ള അമ്മയാണെന്ന് ഞങ്ങൾക്കറിയാം. പരിശുദ്ധ മാതാവേ, ഞങ്ങളെ അടിച്ചമർത്തുന്ന എല്ലാ നിരാശയിൽ നിന്നും വേദനകളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. അമ്മയുടെ ശക്തമായ മധ്യസ്ഥത ഞങ്ങൾക്ക് താങ്ങും തണലുമായിരിക്കട്ടെ. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇരുണ്ട നിമിഷങ്ങളിൽ ഞങ്ങളെ നയിക്കുന്ന തിളങ്ങുന്ന നക്ഷത്രമാണ് അവിടുന്ന്. ശാരീരികവും വൈകാരികവും ആത്മീയവുമായ രോഗശാന്തി തേടുന്ന എല്ലാവരുടെയും മേൽ അമ്മയുടെ സംരക്ഷണ കവചം നീട്ടണമേ. നിരാശയുടെ അന്ധകാരത്തെ അകറ്റണമേ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നവോന്മേഷം നൽകുകയും ചെയ്തുകൊണ്ട് അമ്മയുടെ വെളിച്ചം ഞങ്ങളുടെ മേൽ പ്രകാശിക്കട്ടെ. ഓ പരിശുദ്ധ ദൈവമാതാവേ, വിശ്വാസത്തിൻ്റെ മാതൃകയും ദൈവഹിതത്തോടുള്ള വിധേയത്വവും പ്രാർത്ഥനയുടെ ശക്തിയിലും സ്വർഗീയ പിതാവിൻ്റെ സ്നേഹത്തിലും പൂർണ്ണമായി വിശ്വസിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിരാശയിൽ കഴിയുന്ന ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങൾക്ക് ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ കൃപകളും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ദൈവത്തിലുള്ള ഞങ്ങളുടെ ആശ്രയം അചഞ്ചലമാക്കട്ടെ. ദുരിതബാധിതരുടെ സാന്ത്വനമായ പരിശുദ്ധ മാതാവേ, ഏറ്റവും വൈവിധ്യമാർന്ന സാഹചര്യങ്ങളിൽ ദുരിതമനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ശക്തമായ കരം എല്ലാവരിലും അനുഭവവേദ്യമാകട്ടെ. കൃപാസനം പ്രസാദവര മാതാവേ, അമ്മയുടെ മാതൃസാന്നിധ്യം ഞങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും ദൈവത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്ന സമാധാനം ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. സ്നേഹമുള്ള അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ നിരാശയും ഉത്കണ്ഠയും വേദനയും നീക്കം ചെയ്യുവാൻ ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അമ്മയുടെ കരങ്ങളിൽ ആശ്വാസം കണ്ടെത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഓ പരിശുദ്ധ ദൈവമാതാവേ, പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും പാതയിൽ ഞങ്ങളെ നയിക്കണമേ. അങ്ങനെ എല്ലാ പ്രതിസന്ധികളിലും വിശ്വാസത്തിൻ്റെ വിജയത്തിന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കട്ടെ. ക്രിസ്ത്യാനികളുടെ സഹായകമായ പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ഞങ്ങളുടെ അഭ്യർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ. രോഗശാന്തിക്കും നിരാശയിൽ നിന്നുള്ള വിടുതലിനും വേണ്ടി നിലവിളിക്കുന്ന എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. എല്ലാവരും അമ്മയുടെ ശക്തമായ മധ്യസ്ഥത അനുഭവിക്കുകയും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ആത്മസന്തോഷം നേടുകയും ചെയ്യട്ടെ. ഓ പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ സ്നേഹനിധിയായ അമ്മേ, അമ്മയുടെ സംരക്ഷണത്തിലും മധ്യസ്ഥതയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളെ അനുഗമിക്കുവാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി സൂചകമായി നമുക്ക് ഏറ്റുപറയാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ
സംരക്ഷണത്തിൻ്റെ മേലങ്കിയാൽ പൊതിയണമേ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകട്ടെ. ആമേൻ. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവോസിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നന്ദി.